ജീവിതത്തിൽ വിജയം ഉണ്ടെങ്കിൽ ഒരു പരാജയമുണ്ട്. നമ്മൾ പരാജയപ്പെട്ടാലേ വേറൊരാൾ വിജയിക്കും. നമ്മൾ വിജയിച്ചാലേ വേറൊരാൾ പരാജയപ്പെടും. ഏത് കളികളാകട്ടെ, ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളുമാവട്ടെ, ജയപരാജയം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളൊരു 10 വിത്ത് എന്തിൻ്റെ ആകട്ടെ നട്ട് നനച്ച് വളർത്താൻ ശ്രമിച്ചാൽ അത് 10ഉം വളരണമെന്നില്ല. അതിൽ ഏതൊക്കെയാണോ പ്രതിസന്ധികളെ അതിജീവിച്ച് മണ്ണിനോട് മല്ലിട്ട് തയ്യാറാവാൻ പ്രാപ്തരാകുന്ന ആ വിത്ത് മാത്രമേ മുളയ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 100 പേർക്ക് നമ്മൾ ഒരേ രീതിയിൽ ഭക്ഷണം കൊടുത്ത് ഒരേ സാഹചര്യത്തിൽ വളർത്താൻ ശ്രമിച്ചാൽ പോലും ഒരു കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളാണെങ്കിൽ പോലും അവർ വ്യത്യസ്തരായിരിക്കും. അതാണ് ലോ ഓഫ് നേച്ചർ. കാരണം നമ്മുടെ ജനികത ക്യാരക്ടറിസ്റ്റിക്സുകൾ കൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് എല്ലാവരെയും ഒരേപോലെയാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ജയപരാജയങ്ങൾ. ഒരിക്കൽ ജയിച്ചു എന്ന് കരുതി ഒരിക്കൽ പിന്നെ അടുത്ത നിമിഷം ചിലപ്പോൾ പരാജയപ്പെടാം. ഈ ജയപരാജയങ്ങളെ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ കാണണം എന്ന് വെച്ചാൽ ഇതൊരു അവസരമായി കാണണം. കാരണം നമ്മുടെ ഈ ഒരു ഡ്യൂറേഷൻ, ഈ ഒരു കാലയളവിൽ നമുക്കെല്ലാം നിരീക്ഷിക്കാനേ സാധിക്കുന്നു. ഒന്നിനും ഒരു പൂർണ്ണതയിലെത്താൻ നമ്മളെ കൊണ്ട് ആകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം അക്കംപ്ലിഷ് ചെയ്തില്ലേ, ഇനി എന്താണുള്ളതെന്ന് ചോദിച്ചാൽ അയാൾക്ക് അടുത്ത നിമിഷം ചിലപ്പോൾ എന്തെങ്കിലും നേടാനോ നഷ്ടപ്പെടാനോ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഒന്നും ഇവിടെ തീരുന്നുമില്ല, ഒന്നും തുടങ്ങുന്നുമില്ല. ഒരാൾ മരിച്ചാൽ പോലും അയാളുടെ കഥ അവസാനിക്കുന്നില്ല. കാരണം അയാളെക്കുറിച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലത് പറയാം, ചീത്ത പറയാം. ഇതെല്ലാം ലോകത്തിൻ്റെ നിയമങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്താൽ നാളെ ചരിത്രമാവാം. ചരിത്രത്തിൽ നല്ല സ്ഥാനം കിട്ടാം, മോശം സ്ഥാനം കിട്ടാം. ഒരു നിയമത്തിന്, അതുപോലെ തന്നെ ഒരു ന്യായാധിപൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു പബ്ലിക് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇവർ ചെയ്യുന്നതിനൊന്നും 100% ശരിയുമില്ല, 100% തെറ്റുമില്ല. ഇപ്പം എന്താണ് ശരി എന്നുള്ളതിൽ എവിടെയും ഒരു 100% ശരി ഇതാണ് തെറ്റിതാണെന്ന് ആരും പറയുന്നില്ല. നമുക്കെന്താണ് ശരി? മറ്റുള്ളവർക്ക് മോശം വരാത്ത കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. ഒരു സമൂഹത്തിന് ദോഷം വരാത്ത കാര്യങ്ങൾ, മനുഷ്യരാശിക്ക് ദോഷം വരാത്ത കാര്യങ്ങൾ, പ്രകൃതിക്കും ഭൂമിക്കും ദോഷം വരാത്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ്. കാരണം അവിടെയാണ് നമ്മൾ പറയുന്ന എല്ലാവരുടെയും വെൽബീയിങ്. നമുക്കത് ആഗ്രഹിക്കാം. ആ എല്ലാവരുടെയും വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുന്നില്ല. കാരണം ആരും പൂർണ്ണമായും സന്തോഷവും സങ്കടവും അനുഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അതാണ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. കാരണം അതിനൊരിക്കലും ഒരു ലിമിറ്റില്ല. നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. മനസ്സിനെ എങ്ങനെയും രൂപപ്പെടുത്താം. കാരണം ഇതെല്ലാം ഒരു സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ചിന്താഗതിയാണ്. നമുക്ക് സംതൃപ്തി തോന്നുന്ന എന്തും ചെയ്താൽ നമ്മൾ സംതൃപ്തരാകും. പക്ഷെ നമ്മൾ സംതൃപ്തരാകുന്നില്ല. കാരണം ആ ഒരു സ്റ്റേജ് എത്തിയാൽ നമ്മൾ മനുഷ്യരല്ലാതെ എത്തി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതെൻ്റെ മനസ്സിൽ തോന്നിയ ഓരോരോ കാര്യങ്ങളാണ്. നമ്മൾ ഇനിയും ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.